മലയാള സിനിമയിലെ യുവ നടിമാരില് ഒരാളാണ് ഗായത്രി സുരേഷ്. ജംനപ്യാരി എന്ന സിനിമയിലൂടെയാണ് താരം സിനിമ ലോകത്തേക്ക് എത്തിയത്. ഗായത്രി സുരേഷിന്റെ അഭിമുഖങ്ങള് വളരെയധികം ശ്രദ്ധ നേടാറുണ്ട് സോഷ്യല് മീഡിയയില്. നിരവധി ട്രോളുകളും ഗായത്രി സുരേഷിന് ലഭിക്കാറുണ്ട്. അടുത്തിടെ പ്രണവ് മോഹൻലാലിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് താരം പറഞ്ഞിരുന്നു. ഈ പ്രസ്താവന വളരെയധികം വൈറലായിരുന്നു. ഇപ്പോൾ ഇതാ തന്റെ വളർത്തുനായയായ മാധവനെ പറ്റി ഗായത്രി സുരേഷ് പറഞ്ഞ വാക്കുകള് ശ്രദ്ധ നേടുകയാണ്. 3 വർഷം മുമ്പാണ് ഹരിയാനയില് നിന്നും ചൗ ചൗ ബ്രീഡില് ഉൾപ്പെടുന്ന ഒരു നായക്കുട്ടിയെ ഗായത്രി സുരേഷ് വാങ്ങുന്നത്. 2 മാസം മാത്രമുള്ളപ്പോൾ തന്റെ കയ്യില് കിട്ടിയ നായക്കുട്ടിക്ക് മാധവൻ എന്നാണ് ഗായത്രിയും കുടുംബവും പേരിട്ടത്. ഇന്നിപ്പോൾ മാധവന് 3 വയസ്സുണ്ട്. പാട്ടുകള് കേൾക്കാനും യാത്രകള് ചെയ്യാനുമെല്ലാം മാധവന് ഏറെ ഇഷ്ടമാണ്. മാധവനെ എനിക്ക് ഒരുപാട് റെസ്പെക്ട് ആണ്. മാധവൻ വന്ന ശേഷം ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞാൻ എപ്പോഴും പറയും മാധവൻ എന്റെ നല്ല ടീച്ചറാണെന്ന്. പണ്ട് എനിക്കും അനിയത്തിക്കും പെറ്റ്സിന്റെ ഒരു ബുക്കുണ്ടായിരുന്നു. അതില് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രീഡായിരുന്നു ചൗ ചൗ. എന്റെ സുഹൃത്തിന്റെ വീട്ടിലും ഈ ബ്രീഡുണ്ട്. അങ്ങനെയാണ് പെറ്റ്സിനെ വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ ചൗ ചൗ തന്നെ വാങ്ങിയത്. മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ നായക്കുട്ടിയെ പ്രേക്ഷകർക്ക് ഗായത്രി പരിചയപ്പെടുത്തിയത്. താനും മാധവനും തമ്മിലുള്ളത് കമ്പാനിയൻഷിപ്പാണെന്നാണ് ഗായത്രി പറയുന്നത്. ചൗ ചൗ ബ്രീഡ് വളരെ ഇൻഡിപെൻഡന്റ് ബ്രീഡാണ്. അവരുടേതായ ലോകത്ത് ജീവിക്കുന്നവരാണ്. എന്നാല് വളരെയധികം സ്നേഹവുമുണ്ട്. ഫ്രണ്ട്ലിയുമാണ്. സ്വയം തോന്നിയാലേ എന്തെങ്കിലും ചെയ്യൂ. നമ്മള് പറഞ്ഞാല് ചെയ്യണമെന്നില്ല. പെറ്റ്സ് ഷോപ്പ് വഴി ഹരിയാനയില് നിന്നാണ് മാധവനെ കൊണ്ടുവന്നത്. 73,000 രൂപ കൊടുത്താണ് വാങ്ങിയത്. നല്ല ക്വാളിറ്റി ബ്രീഡാണ്. 2 മാസം ഉള്ളപ്പോഴാണ് കയ്യില് കിട്ടുന്നത്. പാട്ടൊക്കെ വച്ച് കൊടുത്താല് കേട്ടുകൊണ്ടിരിക്കും. മാധവനാണ് എന്റെ ആദ്യത്തെ പെറ്റമ്മയ്ക്ക് ഡോഗിനെ വാങ്ങുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. വീട്ടില് കൊണ്ടുവന്ന ശേഷവും തിരിച്ചു കൊടുക്കാൻ അമ്മ പറയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അമ്മയ്ക്ക് ഞങ്ങള് മക്കളെക്കാൾ ഇഷ്ടം മാധവനെയാണ്. അനിയത്തി കല്യാണിയാണ് മാധവനെ പരിചരിക്കുന്നത്. ഞാനും മാധവനും തമ്മില് ലവാണെന്നും കമ്പാനിയൻഷിപ്പാണെന്നും ഗായത്രി പറയുന്നു. ഞാൻ അവനെ യാത്രകൾക്ക് കൊണ്ടുപോകും. അച്ഛനെ അവന് ഭയങ്കര റെസ്പെക്ട് ആണ്. പിന്നെ അദ്ദേഹത്തിന്റേതായ സമയം വേണം. എവിടെയെങ്കിലും പോയാല് എനിക്ക് വേഗം വീട്ടില് തിരിച്ചു വരണമെന്ന് തോന്നും. അതിന് കാരണം മാധവനാണ്. പിന്നെ ഇത്തരം ബ്രീഡുകൾക്ക് മെയിന്റനൻസ് കൂടുതലാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പ്രകൃതമാണ്. ഡോഗ് പുഡ്, ചോറ്, മുട്ട തുടങ്ങി എല്ലാം കഴിക്കും. ഐസ്ക്രീമും പായസമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം. മാധവൻ അഗ്രസീവായാല് പേടിയാകും. പക്ഷെ വല്ലപ്പോഴും മാത്രമേ അത് സംഭവിക്കാറുള്ളൂവെന്നും ഗായത്രി സുരേഷ് പറയുന്നു.